ഹായ്, ഞാനിന്നൊരു പൂക്കൃഷിയാണ് കാണിക്കുക. നമ്മുടെ നല്ല വലിയൊരു പൂത്തോട്ടം, നമ്മുടെ ഓണമൊക്കെ അല്ലേ വരണേ. അപ്പോൾ അതിൻ്റെ ഒരു കൃഷി ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഞങ്ങളുടെ ഒരു അയൽക്കാരനായ ഒരു ഷാജി ചേട്ടൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് പല കൃഷികളുണ്ട്. നെൽകൃഷിയുണ്ട്, വാഴക്കൃഷിയുണ്ട്, കപ്പ കൃഷിയുണ്ട്, അങ്ങനെ ഒരുപാട് കൃഷിയുണ്ട്. ചാന്തേരിപ്പാടം എന്നൊരു പാടത്തൊക്കെ നമ്മളതിൻ്റെ വീഡിയോ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹം ഇവിടെ ഓണത്തിന് വേണ്ടി, ഓണം മാർക്കറ്റിന് വേണ്ടി ഇവിടെ നല്ല പൂക്കൃഷി കണ്ടത്. നമ്മുടെ ജമന്തിയാണ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി നല്ല വലിയ ജമന്തികളാട്ടോ. മഞ്ഞ ചെയ്തിട്ടുണ്ട്, അപ്പുറം അത് മജന്ത ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നല്ല വലിയ വലിയ ജമന്തികളാണ്. എനിക്ക് തോന്നുന്നു ഹൈബ്രിഡ് തൈകളാണെന്ന് തോന്നുന്നു. ഇപ്പോൾ വെച്ചിരിക്കുന്നത് കണ്ടത് ചെറിയൊരു ഗ്യാപ്പുള്ളൂ. രണ്ട് തൈകൾ തമ്മിൽ വലിയ ഗ്യാപ്പൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ രണ്ട് വാരത്തിന് നടുക്കായിട്ട് ആ വാരം മാന്തി കൊടുത്ത് വാഴ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു കർഷകൻ്റെ ഒരു ട്രിക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് നമുക്ക് രക്ഷപ്പെടണമല്ലോ. അതായത് എന്താ പറയുക, ഈ ഒരു പൂത്തോട്ടം വിളവെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ആ വാഴയിലേക്ക് ഈ മണ്ണെല്ലാം അങ്ങോട്ട് വലിച്ചിടും. അന്നേരം പിന്നെ വാഴക്കൃഷിയായി മാറും ഈ കൃഷി. അതുവരെ ഇതിപ്പോൾ എന്താ പറയുക, പൂത്തോട്ടം ആയിക്കോട്ടോ. പിന്നെ ഒരു കാര്യം വെച്ചാൽ ഇവിടെ ഇതിപ്പോൾ 1 2 3 4 5 6 7 വാരമുണ്ട്. അതുപോലെ തന്നെ ഇപ്പറേ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ ഇതുപോലെ തന്നെ ഒരു 7-8 വാരമുണ്ട്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഈ സൈഡിലും ഇതുപോലെ തന്നെ പൂക്കളുടെ വാരമുണ്ട്. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ വളർന്ന് വരുന്നേ ഉള്ളൂ, പൂക്കൾ ഉണ്ടായി വരുന്നേ ഉള്ളൂ. പക്ഷേ അപ്പുറം നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്. അപ്പുറേ എന്തായാലും ഇഷ്ടം പോലെ പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ സൈഡാണ് പെട്ടെന്ന് ഈ ഹാർവെസ്റ്റിംഗ് നടക്കുകയുള്ളൂ. പിന്നെ രണ്ടാമതാണ് മിക്കവാറും 2 സെക്ഷനായിട്ടായിരിക്കും ഹാർവെസ്റ്റ് നടത്തുക. കാരണം ഇവിടെയൊക്കെ ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഇനി വിടർന്ന് വരാനുള്ള പൂക്കളാണ്. എന്താ പറയുക, അതിൻ്റെ ഇതൊക്കെയാണ് പൂക്കളായിട്ട് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഹാർവെസ്റ്റിങ്ങിന് പാകമായി നിൽക്കുന്ന പൂക്കളെല്ലാം തന്നെ കേട്ടോ. ഇവിടെ ഇപ്പോൾ മിക്കതും ഇവിടെ നിൽക്കുന്ന ഈ സൈഡ് നിൽക്കുന്നതിൻ്റെ ഒരു 99% നന്നായിട്ട് പൂക്കൾ വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഷാജി ചേട്ടനെ കണ്ടപ്പോൾ ഷാജി ചേട്ടൻ പറഞ്ഞത് ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇതിൻ്റെ ഈ തണ്ടുമേൽ ഒച്ച് വരും. ഈ തണ്ടില്ലേ, ഈ തണ്ടുമ ഒച്ച് വരും, എന്നിട്ട് ഇതിൻ്റെ നീരൂറ്റി കുടിക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹം അപ്പോൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ പണിക്കാരെ നിർത്തിയിട്ട് ഉപ്പ് വെള്ളം തളിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്തായാലും അത് ഏറ്റുന്ന തോന്നണം കേട്ടോ. എന്തായാലും ഇപ്പോൾ ആ പ്രശ്നമൊന്നും കാണാനില്ല. എന്തായാലും ആ ഒരു സംഭവം ഏറ്റിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ ഈ ഓണം മാർക്കറ്റിൽ, പ്രത്യേകിച്ച് ഈ ഓണം മാർക്കറ്റിൽ നമ്മുടെ കേരളത്തിൽ പൂ അത്യാവശ്യമാണ്. പൂ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടൊന്നും പോരാതെ വരുന്നതുകൊണ്ട് ബാംഗ്ലൂരിൽ നിന്നൊക്കെ നമ്മൾ കൂടുതൽ പൂ വാങ്ങിക്കുന്നത്. പക്ഷേ ഇത്തവണ നമ്മുടെ ഈ ഒരു പ്രദേശത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൂ ഉണ്ടാവും കേട്ടോ. ഇതുപോലെ പലരും ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ആലുവ ഭാഗത്താണ്, ആലുവയിലാണ് ഇപ്പോൾ അത്യാവശ്യം പൂ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ കർഷകന് നല്ലൊരു വിളവെടുപ്പും കിട്ടും, അത്യാവശ്യം നല്ലൊരു എമൗണ്ടും കിട്ടും. എന്തായാലും നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ ഉണ്ടാവട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പ് ഓണസമയമൊക്കെ ആകുമ്പോഴേക്കും അപ്പോൾ ഇതിൻ്റെ ഒരു വിളവെടുപ്പിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇതിൻ്റെ ഈ വിളവെടുപ്പിൻ്റെ വീഡിയോ വരുമ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.